നമസ്കാരം. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ ജയിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് ഏകദേശമൊക്കെ ഉറപ്പായി കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ, അതായത് ഷാഫി നേരത്തെ പ്രതിനിധീകരിച്ച നിയമസഭാ മണ്ഡലമായ പാലക്കാടേക്ക് ആര് വരും എന്നുള്ള ചോദ്യം ഇപ്പോഴേ തന്നെ ഉയർന്നു കഴിഞ്ഞു. അവിടേക്ക് എത്തുക യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഉള്ള ചില സൂചനകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ജയിച്ച് കയറാൻ കഴിയുന്ന ഒരു മികച്ച മത്സരാർത്ഥിയെ തന്നെ വേണ്ടിവരും. അത് മാത്രവുമല്ല, ഷാഫി പറമ്പിലിനെ പോലെ ചുറുചുറുക്കുള്ള ഒരു യുവനിരയെ തന്നെ അവിടെ രംഗത്തിറക്കേണ്ടി വരുമെന്നൊക്കെയുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരുമെന്നുള്ള തോതിലുള്ള പ്രചാരണങ്ങൾക്ക് തുടക്കം അന്ന് തന്നെ ആയത്. ഷാഫി അവിടെ വടകരയിൽ നിന്ന് ജയിച്ചു പോയാൽ പാലക്കാടേക്ക് താൻ എത്തുമെന്ന പ്രതീതി ഇപ്പോൾ രാഹുലിനുമുണ്ട് എന്ന് തോന്നുന്നു. കാരണം രാഹുൽ അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ, പ്രചാരണ നടപടികളൊക്കെ ചില നേതാക്കളെ കാണുകയും തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുകയും അവർ അവിടെ വിജയിക്കാൻ വേണ്ട ഫോർമുലകൾ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു എന്ന പേരിൽ ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പല മീഡിയകളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. 24 ആണ് അത് ആദ്യമായിട്ട് പുറത്തുവിട്ടത് എന്ന് തോന്നുന്നു. എന്തായാലും അതിനോടനുബന്ധിച്ച് പാലക്കാട്ടെ നേതാക്കളായ DCC പ്രസിഡന്റും അതുപോലെ തന്നെ പാലക്കാട് സിറ്റിംഗ് MP VK ശ്രീകണ്ഠനുമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരികയും ഈ വിവരം KPCC അറിയിക്കുകയും ഇത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം കോൺഗ്രസിൽ ഒരു കാരണവശാലും വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. മാത്രവുമല്ല, എന്തായാലും പാലക്കാട് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് തട്ടകത്തിലുള്ള ഒരു നേതാവിനെ തന്നെ എന്നുള്ള കാര്യവും KPCCക്ക് ഇവർ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എടുത്തുചാട്ടത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് തന്നെ ഇപ്പോൾ ഭീഷണിയായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ തന്നെ തീരുമാനിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു സമവായ ചർച്ച പോലെ രൂപം കൊണ്ട ഒരു പേരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത്. കാരണം കോൺഗ്രസിൻ്റെ യുവനിരയിൽ ഏറ്റവും ശക്തനായ, ഏറ്റവും കഴിവ് തെളിയിച്ച നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്രാവശ്യം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള പ്രതീതിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും അവിടേക്ക് KC വേണുഗോപാൽ വന്നതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ആ സ്ഥാനം നഷ്ടമായത്. മാത്രമല്ല, ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ പ്രചാരണ ചുമതല കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനായിരുന്നു. ആ ഒരു പ്രതീതിയിൽ അവിടുത്തെ പൾസ് നന്നായിട്ട് അറിയാവുന്ന ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ അവിടെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് രാഹുൽ ആദ്യം തന്നെ പറഞ്ഞതും ഈ ഇത്തരമുള്ള നീക്കങ്ങൾ പാലക്കാട് ഷാഫി പോയാൽ അടുത്ത ഊഴം തനിക്കാകുമെന്നുള്ള രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയതും എന്തായാലും അതിപ്പോൾ രാഹുലിന് തന്നെ വിനയായി മാറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം.